വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഒരു പുതിയ തീരുമാനത്തെ കുറിച്ചാണ്. പ്രിയ പ്രേക്ഷകർ, വീഡിയോ പൂർണ്ണമായും കാണുക. അങ്ങനെ അതിലും ഒരു തീരുമാനമായിരിക്കുകയാണ്. അനിശ്ചിതകാലത്തേക്ക് ബില്ല് പിടിച്ചു വെക്കാനുള്ള വിവേചനാധികാരമില്ല. ബില്ലുകൾ ഒപ്പിടാനുള്ള സമയപരിധി നൽകി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്. കാരണമില്ലാതെ ബില്ലുകൾ തടഞ്ഞു വെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നും അഞ്ചംഗ ബെഞ്ചിന്റെ ഏകകണ്ഠമായ നിലപാട്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം തള്ളി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്. രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളടങ്ങിയ റഫറൻസിനാണ് സുപ്രീം കോടതി മറുപടി നൽകിയിരിക്കുന്നത്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം പ്രകാരം ബില്ലുകൾ ലഭിക്കുമ്പോൾ ഗവർണർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലാണ് സുപ്രീം കോടതിയുടെ മറുപടിയും. അനിശ്ചിതകാലത്തേക്ക് ബില്ല് പിടിച്ചു വെക്കാനുള്ള വിവേചനാധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. വിധി അഞ്ചംഗ ബെഞ്ചിന്റെ ഏകകണ്ഠമായ നിലപാടാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ബില്ല് വന്നാൽ ഗവർണർ അനിയന്ത്രിതമായി പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ആശയവിനിമയം ഇല്ലാതെ പിടിച്ചുവെക്കുന്നത് അഭിലഷണീയമല്ല. ഗവർണർ സാധാരണ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വിവേചനാധികാരം എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നും ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്. ഗവർണർ അംഗീകാരം നൽകാത്ത ബില്ലുകൾ നിയമസഭയിലേക്ക് തിരിച്ചയക്കുകയാണ് വേണ്ടത്. രാഷ്ട്രപതിക്ക് ഈ ബില്ല് അയക്കുകയോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് തിരിച്ചയക്കുകയോ ചെയ്യാനുള്ള വിവേചനാധികാരമുണ്ട്. അനിയന്ത്രിതമായി പിടിച്ചുവെക്കാനുള്ള വിവേചനാധികാരമില്ല. സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാപരമല്ലെന്നും ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ അംഗീകാരം നൽകുന്നതും ഭരണഘടനാപരമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ബില്ലുകൾ നിയമമായാൽ മാത്രമേ കോടതിക്ക് പരിശോധിക്കാനാവൂ. ബില്ലുകൾ പരിഗണനയ്ക്ക് വരുമ്പോൾ രാഷ്ട്രപതി എപ്പോഴും സുപ്രീം കോടതിയുടെ ഉപദേശം തേടേണ്ട കാര്യമില്ല. ബില്ലുകളുടെ കാര്യത്തിൽ മന്ത്രിസഭ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല. ബില്ലുകളുടെ കാര്യത്തിൽ ന്യായീകരിക്കാനാകാത്ത കാലതാമസം വന്നാൽ കോടതിക്ക് ഇടപെടാം. ബില്ലുകളുടെ നടപടിയില്ലായ്മയിൽ കോടതിക്ക് ഇടപെടാൻ കഴിയുമെന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. തമിഴ്നാട് ബില്ലുകൾക്ക് രണ്ടംഗ ബെഞ്ച് അംഗീകാരം നൽകിയത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ കോടതി ബില്ലുകൾ അകാരണമായി പിടിച്ചുവെക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. പ്രസിഡൻഷ്യൽ റഫറൻസ് എന്ന സവിശേഷ അധികാരം ഉപയോഗിച്ച് 14 വിഷയങ്ങളിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫറൻസിൽ വ്യക്തതളിയത്. ഭരണഘടനയുടെ 143 സബ്സെക്ഷൻ 1 വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് വ്യക്തത തേടിയത്. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രപതി റഫറൻസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഷ്ട്രപതിയുടെ റഫറൻസ് മടക്കണമെന്ന് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. രാഷ്ട്രപതി ചോദിച്ച 14 ചോദ്യങ്ങൾ ഇവയാണ്. 1. ആർട്ടിക്കിൾ 200 പ്രകാരം ഒരു നിയമസഭ പാസാക്കിയ ബില്ല് ലഭിക്കുമ്പോൾ ഗവർണർമാർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ഓപ്ഷനുകൾ വിനിയോഗിക്കുന്നതിൽ മന്ത്രിസഭയുടെ ഉപദേശം ഗവർണർ പാലിക്കേണ്ടതുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണറുടെ വിവേചനാധികാരം പ്രയോഗിക്കുന്നത് ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണ്. നാലാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണറുടെ നടപടികളുടെ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് ആർട്ടിക്കിൾ 361 വിലക്ക് ഏർപ്പെടുത്തുന്നില്ലേ? അഞ്ചാമത്തെ ചോദ്യം, ഭരണഘടനാപരമായി സമയപരിധികളില്ലെങ്കിലും ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർമാർ അവരുടെ അധികാരങ്ങൾ വിനിയോഗിക്കുമ്പോൾ കോടതികൾക്ക് സമയപരിധി നിശ്ചയിക്കാനും നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കാനും കഴിയുമോ? ആറാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 201 പ്രകാരം രാഷ്ട്രപതിയുടെ വിവേചനാധികാരം ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണ്. ഏഴാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 201 പ്രകാരം രാഷ്ട്രപതിയുടെ വിവേചനാധികാരം പ്രയോഗിക്കുന്നതിന് കോടതികൾക്ക് സമയപരിധികളും നടപടിക്രമങ്ങളും നിശ്ചയിക്കാൻ കഴിയും. എട്ടാമത്തെ ചോദ്യം, ഗവർണർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ? ഒൻപതാമത്തെ ചോദ്യം, ഒരു നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ആർട്ടിക്കിൾ 200, 201 പ്രകാരം ഗവർണറും പ്രസിഡന്റും എടുക്കുന്ന തീരുമാനങ്ങൾ നീതിന്യായ പരിശോധനയ്ക്ക് വിധേയമാണോ? പത്താമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 142 വഴി പ്രസിഡന്റോ ഗവർണറോ ഉപയോഗിക്കുന്ന ഭരണഘടനാപരമായ അധികാരങ്ങൾ ജുഡീഷ്യറിക്ക് പരിഷ്കരിക്കാനോ അസാധുവാക്കാനോ കഴിയും. 11. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു സംസ്ഥാനം നിയമം പ്രാബല്യത്തിൽ വരുന്നു. 12ാമത്തെ ചോദ്യം, സുപ്രീം കോടതിയുടെ ഏതെങ്കിലും ബെഞ്ച് കേസിൽ ഭരണഘടനാ വ്യാഖ്യാനം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിർണയിച്ചാൽ ആർട്ടിക്കിൾ 145 സബ്സെക്ഷൻ 3 പ്രകാരം 5 ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് റഫർ ചെയ്യേണ്ടതുണ്ട്. 13ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 142 പ്രകാരമുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറമെ നിലവിലുള്ള ഭരണഘടന അല്ലെങ്കിൽ നിയമപരമായ വ്യവസ്ഥകൾക്ക് അതീതമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് അധികാരമുണ്ട്. 14ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 131 പ്രകാരമുള്ള സ്യൂട്ടിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ കേന്ദ്ര
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഭരണഘടന സുപ്രീം കോടതിയെ അനുവദിക്കുന്നുണ്ടോ? ഇതാണ് രാഷ്ട്രപതി ചോദിച്ച 14 ചോദ്യങ്ങൾ. ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യൽ വ്യാഖ്യാനത്തിന്റെ ആവശ്യകതയെ ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ അധികാരത്തിന്റെ ഭരണഘടനാപരമായ അതിരുകളെ കുറിച്ച് കൂടി രാഷ്ട്രപതി വ്യക്തത തേടുന്നു. ഈ 14 ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് അനിശ്ചിതകാലത്തേക്ക് ബില്ല് പിടിച്ചു വെക്കാനുള്ള വിവേചനാധികാരമില്ല എന്നും ബില്ലുകൾ ഒപ്പിടാനുള്ള സമയപരിധി തള്ളി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ റഫറൻസ്. കാരണമില്ലാത്ത ബില്ലുകൾ തടഞ്ഞുവെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നും 5 അംഗ ബെഞ്ചിന്റെ ഏകകണ്ഠമായ നിലപാടാണ് നാം ചർച്ച ചെയ്തത്. പ്രിയ പ്രേക്ഷകർ, വീഡിയോ പൂർണ്ണമായി കണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.